കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ നടപടിയുമായി സർക്കാർ. ഗുരുതര വീഴ്ച ഉണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതല ഉണ്ടായിരുന്ന എഇഒയിൽ നിന്ന് വിശദീകരണം തേടും. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ നാക്ക് നിയന്ത്രിക്കണമെന്നും സതീശൻ പറഞ്ഞു. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് മിഥുൻ പഠിച്ച സ്കൂൾ സന്ദർശിച്ചിരുന്നു. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടപടി സ്വീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപാട് വൈകും. ഒരു കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധാരാളം സമയം വൈകും. ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒട്ടും തന്നെ വൈകാതെ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ബഹുമാനപ്പെട്ട ധനാരോഗ്യ മന്ത്രിയുടെ പറയും. വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി വന്നിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹം സംസാരിക്കും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞു. നമുക്കെല്ലാം ഇക്കാര്യത്തിനകത്ത് ഒറ്റ വികാരമേ ഉള്ളൂ, ഒറ്റ താല്പര്യമേ ഉള്ളൂ. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ വലിയ വിഷമമുണ്ട്. ഒരു സംഭവം നടന്നു, അതിനെ സംബന്ധിച്ച് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്, ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുക്കും. അന്വേഷണത്തിന്റെ കാര്യവും ആ കുടുംബത്തെ നമുക്ക് സഹായിക്കാനാണ് പരമാവധി പറ്റുക. മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എല്ലാവരും ഈ കാര്യത്തിനൊപ്പമുണ്ട്. ആ കുടുംബത്തിന്റെ വിഷമത്തിന്, വേദനയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ വേദനയെ പങ്കുചേരുകയാണ്. അവരുടെ അമ്മ അടുത്ത ദിവസമേ വരത്തുള്ളൂ. മിഥുന്റെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും വകുപ്പിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട 2 വകുപ്പിന്റെ മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്ത്, വകുപ്പ് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്ത് പ്രത്യേകം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രാഥമികമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെന്റിനോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം, സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ നടപടി ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ എച്ച്എമ്മിനെ അന്വേഷണപരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. 3ാമത്തെ കാര്യം, ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പട്ടികയിൽ നിന്ന് 3 ലക്ഷം രൂപ താൽക്കാലികമായി ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 4ാമത്തെ കാര്യം, കുട്ടിയുടെ അനിയൻ അവന്റെ മന്ത്രി വി ശിവൻകുട്ടിയും കെ.എൻ. ബാലഗോപാലും തേവലക്കര സ്കൂൾ സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് മന്ത്രിമാർ സംസാരിച്ചത്. കുഞ്ഞിന്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ട്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ട്, മരിച്ച മിഥുന്റെ കുടുംബത്തിനൊപ്പമുണ്ട് എന്നും മന്ത്രിമാർ പറഞ്ഞു. അവിടെ നമുക്കറിയാം, സ്കൂളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചും പരിപാടികളും ഒക്കെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ അവിടെ എത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് സ്കൂളിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് സ്കൂളിലെത്തി മന്ത്രിമാർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ